അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ജിന്നുകൾ മനുഷ്യനിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നതിനെ സംബന്ധിച്ച് ചില വിഷയങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ കൂടി മനസ്സിലാക്കാനുണ്ട്. പിശാച് സമുദ്രത്തിൽ അതിന്റെ സിംഹാസനം ഉറപ്പിക്കുകയും എന്നിട്ട് അതിന്റെ സൈന്യങ്ങളെ ജനങ്ങളിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യും. ജനങ്ങളിലേക്ക് പറഞ്ഞു വിടുന്നത് ആ ജനങ്ങളിൽ ദുർബോധനം നടത്തി പ്രശ്നമുണ്ടാക്കി ആ ജനങ്ങളെ തമ്മിൽ തല്ലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു വിടുക. അങ്ങനെ ഒരു വിഭാഗം ശൈത്താന്മാർ ജനങ്ങളിലേക്ക് പോവുകയും അവരുടെ അടുക്കലേക്ക് പോയി പലവിധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ പിശാച് അതിൻ്റെ നേതാവിൻ്റെ അടുക്കലേക്ക് സിംഹാസനത്തിൻ്റെ അടുക്കൽ വന്ന് പറയുകയായി, ഞാൻ ഇന്ന ആളിൻ്റെ അടുക്കൽ പോയി ഇന്ന ആളുമായി സംസാരിച്ചു, ഞാൻ തിരിച്ചു വരുമ്പോൾ ഇന്ന വർത്തമാനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ആ നേതാവിൻ്റെ അടുക്കൽ സംസാരിക്കുമ്പോൾ ആ നേതാവ് ആ കുഞ്ഞു പിശാചിനോട് പറയും, നീ ഇതാണോ ചെയ്തത്, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന നിലയിൽ മറുപടി പറയും. അങ്ങനെ മറുപടി പറഞ്ഞിരിക്കുമ്പോൾ മറ്റൊരു വിഭാഗം പിശാചും ആ നേതാവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. ആ നേതാവിൻ്റെ അടുക്കൽ വന്ന് പറയും, ഞാൻ ഇന്ന കുടുംബങ്ങളിൽ പോയി ആ കുടുംബങ്ങളിൽ ആ ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് പലവിധമായ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു. ആ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ അവർ തമ്മിൽ അല്പം അനൈക്യമുണ്ടാക്കാൻ എനിക്ക് സാധ്യമായി എന്ന് വന്ന് പറയുകയും ആ പിശാചിനെ ആ നേതാവ് അങ്ങേയറ്റം സ്നേഹത്തോടുകൂടി സ്വീകരിക്കുകയും ചെയ്തു. ആ പിശാചിനെ വലിയ ആളായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇങ്ങനെ സംഭവിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. ഇതുപോലെ നമുക്കറിയാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ ഒരു അനുയായും കൂടി ഒരു കഴുതയുടെ മുകളിൽ സഞ്ചരിക്കുമ്പോൾ യാത്ര ചെയ്ത് പോകുന്നതിൻ്റെ ഇടയിൽ ആ കഴുത താഴെ വീഴുകയായി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിന്നിലിരുന്ന വ്യക്തി പറഞ്ഞു, ഇത് പിശാചിന്റെ ഉപദ്രവമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ആ പിശാച് ഉയർന്നു പോകും, വലിയ ആളായി പോകും, അയാൾ അഹങ്കരിക്കും. അതുകൊണ്ട് അങ്ങനെ പറയരുത്, മറിച്ച് ബിസ്മില്ലാഹി എന്ന് പറയുക. അങ്ങനെ വരുമ്പോൾ അതൊരു ഉറുമ്പിന്റെ അതേ സ്ഥാനത്തിലേക്ക് താഴ്ന്നു പോവുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇതുപോലെ തന്നെ ആ പിശാച് ധാരാളം ഉപദ്രവങ്ങൾ ഇങ്ങനെ മനസ്സിലും ശരീരത്തിലും മാത്രമല്ല ഉണ്ടാക്കുന്നത്, പുറത്തു നിന്നുകൊണ്ടും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമുക്കറിയാം, പലപ്പോഴും പല വസ്തുക്കളും നമ്മുടെ വീടുകളിൽ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്. ആരും കാണാതെ ആരും എടുക്കാതെ ഭദ്രമായി നമ്മുടെ വീടുകളിൽ നമ്മുടെ മാതാക്കളും അതുപോലെ തന്നെ മറ്റുള്ളവരുമൊക്കെ സൂക്ഷിച്ചു വെക്കും. കുറേ ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ സൂക്ഷിച്ചു വെച്ചതായ സാധനം അവിടെ കാണുകയില്ല. അവിടെ വീട്ടിൽ പരിശോധിച്ചപ്പോൾ എങ്ങും തന്നെ കാണാനില്ല, ആരും തന്നെ എടുത്തവരില്ല. ചോദിക്കും, മാതാക്കൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, സഹോദരിമാര് പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇതെന്താ ഭൂതം പിടിച്ചോണ്ട് പോയോ, പ്രേതം പിടിച്ചോണ്ട് പോയോ, ഇങ്ങനെ പല നാട്ടുവർത്തമാനങ്ങൾ പറയാറുണ്ട്. സംഗതി ശരിയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പിശാചിന്റെ രൂപത്തെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മനുഷ്യേതര രൂപങ്ങളിലൊക്കെ രൂപം പ്രാപിച്ചു വരും, മനുഷ്യരൂപത്തിലും വരും, മനുഷ്യേതര രൂപത്തിലും വരും. ഇങ്ങനെ ഏതെങ്കിലും ഒരു രൂപം പ്രാപിച്ചു കൊണ്ടുവന്ന് ആ പിശാച് തന്നെ മോഷണം നടത്തിയേക്കാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. അദ്ദേഹം പറയുന്നു, എന്റെ അടുക്കൽ കുറെ കാരക്ക ഉണ്ടായിരുന്നു. ആ കാരക്ക മോഷ്ടിക്കുന്നതിന് വേണ്ടി ജിന്നുകളിൽപ്പെട്ട ഒരു വ്യക്തി പലപ്പോഴും വരുമായിരുന്നു. മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഇനി വരുമ്പോൾ പറയണം, റസൂലുള്ളാഹിക്ക് ഉത്തരം നൽകുക എന്ന് പറയുക. അതനുസരിച്ചിരിക്കുമ്പോൾ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ഈ ഒരു മറുപടി പറയാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ആ ജിന്നുകളിൽപ്പെട്ട ഒരു വ്യക്തി കടന്നു വരികയായി. ആ കാരക്ക എടുത്തപ്പോൾ ബഹുമാനപ്പെട്ട അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ആ ജിന്നുകളിൽപ്പെട്ട ആ പിശാചിനെ പിടിച്ചു നിർത്തിയപ്പോൾ സത്യം ചെയ്ത് പറഞ്ഞു, ഇനി മേലിൽ ഞാൻ വരികയില്ല, ഞാൻ ഇതോടുകൂടി അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുകയായി. അങ്ങനെ സത്യം ചെയ്ത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ആ പിശാചിനെ തിരിച്ചുവിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിറ്റേ ദിവസം ഈ സംഭവം പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം, സത്യം ചെയ്തതുകൊണ്ട് ഞാൻ തിരിച്ചുവിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് കള്ളമാണ്, ആ പിശാച് പറഞ്ഞത് കള്ളമാണ്, ഇനി അങ്ങനെ ചെയ്യരുത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു പിറ്റേ ദിവസവും പ്രതീക്ഷിച്ചപ്പോൾ പഴയതുപോലെ തന്നെ ആ ജിന്നുകളിൽപ്പെട്ട ആ പിശാച് വീണ്ടും കാരക്ക മോഷ്ടിക്കാൻ വേണ്ടി തന്നെ കടന്നു വന്നു. കയ്യോടെ പിടിച്ചപ്പോൾ അപ്പോഴും സത്യം ചെയ്തു പറഞ്ഞു, ഇനി മേലിൽ ഞാൻ ഇവിടെ വരികയില്ല. അങ്ങനെ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ആ കള്ളനെ തിരിച്ചുവിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സംഭവം പറഞ്ഞു.
അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു, അയാൾ പെരും കള്ളനാണ്, കള്ളത്തരമാണ് പറഞ്ഞത്. മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു 3-ാം ദിവസവും പ്രതീക്ഷിച്ചപ്പോൾ കാരക്ക മോഷ്ടിക്കുന്നതിന് വേണ്ടി വീണ്ടും വരികയായി. അങ്ങനെ കൈയോടുകൂടി പിടിച്ചപ്പോൾ സത്യം ചെയ്തു പറഞ്ഞു, ഇനി മേലിൽ ഞാൻ വരികയില്ല. എന്ന് മാത്രമല്ല, താങ്കൾക്ക് ഞാൻ ഒരു കാര്യം കൂടി പഠിപ്പിച്ചു തരാം. എന്താണെന്നറിയുമോ? താങ്കൾ ആ ഒരു കാര്യം പ്രവർത്തിച്ചാൽ താങ്കളെ യാതൊരു വിധമായ പിശാചും ശല്യം ചെയ്യുകയില്ല, താങ്കളുടേതായ മുതലുകൾ മോഷ്ടിക്കാനും വരികയില്ല എന്ന് പറയുകയായി. അക്കാര്യം എന്താണ് എന്ന് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആല ചോദിക്കുമ്പോൾ ആ പിശാച് പറഞ്ഞു കൊടുത്തു, ആയത്തുൽ കുർസി ഓതുക. അങ്ങനെ ആയത്തുൽ കുർസി താങ്കൾ ഓതിയാൽ ഇവിടെയുള്ളതായ കാരക്കയ്ക്ക് സംരക്ഷണമാവുകയും പിശാചിന്റെ ശല്യത്തിൽ നിന്നും താങ്കൾ ഒഴിവാവുകയും ചെയ്യും എന്ന് മറുപടി പറഞ്ഞപ്പോൾ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അപ്പോഴും വിട്ടയച്ചു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സംഭവം 3-ാം ദിവസവും മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ബോധിപ്പിക്കുകയായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ പറഞ്ഞത് സത്യമാണ്, ആ മോഷണം കള്ളമാണ്, അതിനുവേണ്ടി ചെയ്ത സത്യങ്ങളും കള്ളമായിരുന്നു. പക്ഷേ ആയത്തുൽ കുർസിയെ സംബന്ധിച്ച് പറഞ്ഞ വിഷയം അത് യാഥാർത്ഥ്യമാണ്, അങ്ങനെ പ്രവർത്തിക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതുപോലെ തന്നെ സക്കാത്തിന്റെ മുതൽ സൂക്ഷിക്കാൻ വേണ്ടി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ ഏൽപ്പിച്ചു. അതും കാരക്കയാണ്. അങ്ങനെ ആ കാരക്ക മോഷ്ടിക്കാനും ഇതുപോലെ തന്നെ പിശാച് വന്നിരുന്നു. അതും ഇതേപോലൊരു സംഭവമാണ്. അവിടെയും ആയത്തുൽ കുർസി ഓതി കേൾപ്പിച്ചു കൊടുത്താണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. ഇതുപോലെ നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു, ആ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു ഇതുപോലെ കുറെ കാരക്ക സൂക്ഷിച്ചിരിക്കുന്നു. ഇങ്ങനെ കാരക്ക സൂക്ഷിച്ചിരിക്കുമ്പോൾ അവിടെയും മോഷണത്തിന് വേണ്ടി ജിന്നുകളിൽപ്പെട്ടതായ ഒരു പിശാച് കടന്നു വരികയായി. ഇങ്ങനെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു ആ വന്നതായ വ്യക്തിയെ പിടിച്ചപ്പോഴോ നായയുടെ കൈ പോലെയുള്ളതായ കൈ, നായയുടെ രോമം പോലെയുള്ളതായ രോമം, ശരീരം ആകെ മെലിഞ്ഞിരിക്കുന്നു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല ചോദിച്ചു, നിങ്ങൾ മനുഷ്യനാണോ അതോ ജിന്നുകളിൽപ്പെട്ടവരാണോ? അവർ പറഞ്ഞു, ഞാൻ ജിന്നിൽപ്പെട്ടയാളാണ്. എല്ലാ ജിന്നുകളും ഇതുപോലെ മെലിഞ്ഞ ശരീരമുള്ളവരാണോ? അല്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ മെലിഞ്ഞ ശരീരമുള്ളത്. താങ്കൾ മോഷ്ടിക്കാൻ വന്നതാണോ? അതെ. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല വലിയ സമ്പന്നനാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആയതുകൊണ്ട് താങ്കളുടേതായ സമ്പത്ത് എനിക്കും ആവശ്യമാണ്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് ആ ജിന്നുകളിൽപ്പെട്ട പിശാച് അദ്ദേഹത്തിനോട് മറുപടി പറയുകയായി. ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല ചോദിച്ചു, നിങ്ങളെപ്പോലെയുള്ളതായ പിശാചുകളിൽ നിന്നും ഞങ്ങൾ സംരക്ഷണം നേടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞത്, നിങ്ങൾ രാത്രിയാകുമ്പോൾ ആയത്തുൽ കുർസി പതിവാക്കുക. അങ്ങനെ രാത്രി ആയത്തുൽ കുർസി പതിവാക്കിയാൽ ഒരൊറ്റ രാത്രിയിലും നിങ്ങളെ പിശാച് ബാധിക്കുകയില്ല, മോഷണം സംഭവിക്കുകയില്ല. നിങ്ങൾ രാവിലെ ആകുമ്പോഴും ആയത്തുൽ കുർസി പതിവാക്കുക. അങ്ങനെ ആയത്തുൽ കുർസി രാവിലെ പതിവാക്കിയാൽ അന്ന് രാത്രി വരെയും യാതൊരു വിധമായ പൈശാചികമായ ഷറുകളും ഉണ്ടാവുകയില്ല, ഞങ്ങളെ തൊട്ടുള്ള എല്ലാ ഷറുകളും അവസാനിക്കുമെന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആ പിശാചും പാഠം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത്തരത്തിൽ മനുഷ്യന്റെ ശരീരത്തിലും മനസ്സിലും എന്ന് മാത്രമല്ല ആ മനുഷ്യനിൽ നിന്നും മാറി നിന്നുകൊണ്ട് മറ്റേതെങ്കിലും രൂപം പ്രാപിച്ചുകൊണ്ട് തന്നെ മനുഷ്യനെ എല്ലാവിധത്തിലും ശല്യം ചെയ്യാൻ കഴിവുള്ള ഒരു വിഭാഗമാണ് ജിന്നുവർഗത്തിൽപ്പെട്ടതായ പിശാച് എന്ന വസ്തുത നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ളതായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.